ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മത്തി മീൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. ഒരു ബ്രൗണിഷ് കളറിലാണ് നമുക്ക് ഈ തേങ്ങ വരേണ്ടത്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് തേങ്ങയുടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ബ്രൗണിഷ് കളറായിട്ട് വരണം ഈ തേങ്ങയും അതുകൂടെ ഈ ചെറിയ ഉള്ളി. നമുക്ക് ഈ തേങ്ങ കുറച്ച് ബ്രൗണിഷ് കളറിൽ വരുമ്പോൾ നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇത്രയും മൂത്ത തേങ്ങയിൽ നമുക്ക് കുറച്ച് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആവുന്നു. ഇനി ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ റോസ്റ്റായ തേങ്ങ നമുക്ക് നമ്മൾ ഓമം എല്ലാം ആറാൻ വെച്ചിരുന്ന പ്ലേറ്റിൽ നമുക്കിതിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ശകലം ആറാൻ വേണ്ടി ഇതിനെ നമുക്ക് ഇനി കുറച്ച് നേരം വയ്ക്കാം. നമുക്കിവിടെ ആറാൻ വെച്ചിരുന്ന മസാല നമുക്ക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കഴുകി വെച്ച മത്തി മീൻ നമുക്കിനി ഇട്ട് കൊടുക്കാം. നമ്മളിനി അതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് മുളകും തക്കാളിയും കുറച്ച് മുരിങ്ങയ്ക്കയും അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ വയ്ക്കുന്നത് അത്രയനുസരിച്ച് നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ നിറയാണ് വയ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് പുളി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എത്ര പുളിയാണ് നിങ്ങൾക്ക് വേണ്ടോ അത്രയും പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത്രയും പുളിയാണ് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇത്രയും പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളങ്ങനെ മീൻ കറി നന്നായിട്ട് റെഡിയാവാൻ പോവാണ്. നമുക്ക് കുറച്ച് ലേശം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കറി മസാല എല്ലാം മീനിൽ പിടിക്കും. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിനി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനെ അടുപ്പിലേക്ക് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ.
നമ്മളിനി തിളച്ച് വരണവരെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും. നമുക്കിനി ഒരു ചട്ടി അടുത്തേക്ക് വയ്ക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കിനി ഇതിൽ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകണം. എന്നിട്ടാണ് നമ്മൾ ആ മസാല പിടിപ്പിച്ച് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ മസാല നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് മുളക് പൊടി ഇടണം, കുറച്ച് ഉപ്പും, വെളുത്തുള്ളി നന്നായിട്ട് ഇടണം. കാരണം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഇടണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ മസാല അങ്ങ് നന്നായിട്ട് പിടിച്ച് വരണം. എന്നിലേ ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട്. അപ്പോൾ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മളെ മീനിട്ട് കൊടുക്കാം. കുറേ ദിവസമായില്ലേ മീനൊക്കെ തിന്നിട്ട്. അതാണ് മീൻ ഫ്രൈ ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പുറത്തെ സൈഡ് നമ്മൾ മീൻകറി നന്നായിട്ട് തിളച്ച് കുറി വരുന്നുണ്ട്. നമ്മൾ ചട്ടിക്ക് എത്ര വീതി ഉണ്ടോ അത്രയും പീസസ് ഓഫ് മീനിടാം. നമ്മൾ മീൻ കറി വയ്ക്കുന്നത് മത്തി മീനിലാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് ചൂര മീനാണ് ചെയ്യുന്നത്. ചൂര മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വേറെ ലെവലാണ് മീനിൻ്റെ ടേസ്റ്റ്. എനിക്ക് പ്രത്യേകിച്ച് ചൂരമീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചൂരമീൻ എപ്പോഴും കഴിക്കാറുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ആദ്യമേ ചോറ് വച്ചിട്ടുണ്ട്. കാരണം മീനൊക്കെ വയ്ക്കുമ്പോഴേ അത് വടിക്കണം, അതൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. ആണ് നമ്മൾ ചോറ് കാണിക്കാത്തത്. നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മളെ മീൻ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. പിന്നെ ഇപ്പുറത്തെ സൈഡ് നന്നായിട്ട് മീൻ ഫ്രൈ ആവുന്നുണ്ട്. രണ്ട് വട്ടം 1 ടൈമാണ്. ഈ ഒരു തിളച്ച് വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഉപ്പും കറിയും ഇതൊക്കെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. നമുക്കിതിൽ പുളിയും ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിനി അപ്പുറത്ത് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും. അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നത്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് മീൻ. നമ്മൾ ഫ്രൈ ആയ ചൂരമീൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നോക്കിയാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളവിടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളെ മീൻ ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.